സലീം എവിടെ ചെന്നാലും ഇത് പറയും. അന്നൊക്കെ എവിടെ പ്രസംഗിക്കാൻ പോയാലും പറയും എന്നെ ഇങ്ങനെ പ്രസാദനാണ് എൻ്റെ അഡ്രസ്സ് വാങ്ങിയിട്ട് പോയതെന്ന് പറയും പുള്ളി. അങ്ങനെ സലീമിനെ കുറിച്ച് പറഞ്ഞാല് ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ എല്ലാവരെ പറ്റി പൊക്കി പറയുമല്ലോ. ആ ലെവലിൽ എടുക്കാൻ പാടില്ല. വെട്ടിത്തുറന്ന് പലർക്കും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പുള്ളി അങ്ങോട്ട് പറയും. അത് നമ്മൾ തന്നെ. പിന്നെ പുള്ളിയുടെ മരണത്തെ കുറിച്ച് പുള്ളി എന്തോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും, നമ്മളെല്ലാവരും പോകാനുള്ള. പക്ഷെ അതൊക്കെ എന്ത് ശക്തമായ ഭാഷയിലാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്. കാരണം പുള്ളി ഒരു നടൻ മാത്രമല്ല, പുള്ളി ഒരു സമൂഹത്തിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ജനം ഒന്ന് മാറിക്കൊടുക്കണ്ടേ, അവർക്ക് നിൽക്കാൻ പറ്റണ്ടേ. മീഡിയയും പൊതുജനങ്ങളും എല്ലാവരും വന്ന് അങ്ങോട്ട് അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് നേരിട്ട് കാണാനായിട്ട് വന്ന് നിൽക്കുക അതിൻ്റെ അടുത്ത്. ഇത് കുറേ നേരമായിട്ട് ആളുകളുടെ അടുത്ത് മാറുമെന്ന് പറഞ്ഞിട്ടും ആളുകൾ മാറുന്നില്ല. ബാക്കിലോട്ട് പോകാൻ അവർ അടുത്തോട്ട് വരിക, തിക്കിക്കൂടുക. അപ്പോൾ പുള്ളി പെട്ടെന്ന് ക്ഷോഭിച്ചു പോയതാണ്. സ്ഥലം ഒരു 6 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ. ഞാൻ വാങ്ങിച്ച സ്ഥലം ഞാൻ അത് വിറ്റു. ആ പൈസ എടുത്തിട്ടാണ് ഫസ്റ്റ് വീഡിയോ കാസറ്റ് ഇറക്കുന്നത്. അപ്പൊ അന്ന് നമ്മളെടുത്ത റിസ്ക് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും വയ്യ. അന്ന് 91 മനസ്സിലായില്ല. അന്നൊക്കെ നമ്മുടെ ചെറുപ്രായത്തിലാണ് അന്ന് നമ്മളങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ അത് പിന്നെ ആ ഒരു വീഡിയോ കാസറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അന്ന് ഭയങ്കരമായിട്ട് ഫ്ലറിഷ്ഡായി. ഏറെയുള്ളപ്പോൾ അറിയാനേറെയുമ്പം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് മിമിക്രി കലാരംഗത്തിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ KS പ്രസാദാണ്. ചേട്ടാ നമസ്കാരം. എന്താണ് 50 വർഷമായി നമ്മളെ കൂടെ ഈ എന്താ പറയാ കലാരംഗത്തില് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഈ അടുത്ത് നമ്മളൊരു പരിപാടി തന്നെ അതിനു വേണ്ടി ചേട്ടന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് അതിനൊരു പരിപാടി കണ്ടക്ട് ചെയ്തു. അതെന്താ ഇപ്പൊ എല്ലാരും ചോദിക്കാണ് ഏത് വർഷം തുടങ്ങിയതെന്ന് ചോദിക്കും. അതെ, വയസ്സറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറയും അത് ഏതായാലും മനസ്സിലിരിക്കട്ടെ. ഞാനും ചിന്തിച്ചു 50 വർഷം എന്ന് പറയുമ്പോ ചേട്ടന് എത്ര പ്രായം ഉണ്ടാവും എന്ന്. ആദ്യം ആളുകൾ കുനിഷ്ഠ ചിന്തിക്കുള്ളൂ, അതിന്റെ ഭാഗമാണത്. പക്ഷെ 50 വർഷം എന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല. ഈ പ്രത്യേകിച്ച് ഈ ഒരു കലാരംഗത്ത് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടരുക. അപ്പൊ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യുക, ചേട്ടന്റെ പേര് പറയുമ്പോ തന്നെ അല്ലെങ്കിൽ ചേട്ടന്റെ ഫോട്ടോ കാണുമ്പോ തന്നെ നമുക്ക് പണ്ടത്തെ കാലത്ത് അന്ന് നമ്മള് TV-യിൽ ഇപ്പൊ എന്റെ ചെറുതിലൊക്കെ നമ്മൾ ഒത്തിരി ഇതുപോലത്തെ കോമഡി ഷോകള് അതുപോലത്തെ സ്കിറ്റുകള് പരിപാടികളെല്ലാം നമ്മൾ ഇതിനെ ചെറുപ്പം മുതലേ കണ്ട് വളർന്ന ഒരാളാണ്. ശരിക്കും ഒരു 50 വർഷം പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ചേട്ടന് എങ്ങനെയാണ് ഈ ഒരു 50 വർഷത്തെ ജേർണി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? 50 വർഷം പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. 50 വർഷം വളരെ ഫാസ്റ്റ് ആയിട്ടാ പോയത്. ആണല്ലേ? പിന്നെ ഒരു ഇത് നിങ്ങളൊക്കെ കാസറ്റ് കണ്ടു തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ദൂരദർശൻ. ഈ ദൂരദർശന്റെ ഒന്നും റെക്കോർഡിക്കലല്ല. അപ്പൊ അതിൽ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങളൊരു 89 മുതൽ ചെയ്തിരുന്നു. 89-ലാണ് ഫസ്റ്റ് ദൂരദർശൻ പ്രോഗ്രാം ചെയ്യുന്നത്, ഓഗസ്റ്റ് 9-ാം തീയതി. അപ്പൊ അത് കുറെ നാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരെണ്ണം വീഡിയോ കാസറ്റിലാക്കിക്കൂടെ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഫസ്റ്റ് വീഡിയോ കാസറ്റ് എടുത്തു. അന്ന് മിമിക്സ് പീരീഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ എന്ന് പറഞ്ഞിട്ട് അതിൽ അബിയൊക്കെ ആയിരുന്നു പ്രധാന കലാകാരന്മാര്, അബി, നാദർഷ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നോരോന്നായിട്ട് കാസറ്റുകൾ എടുക്കാൻ തുടങ്ങി. ഈ കാസറ്റുകളാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ എന്റെ ഗിന്നസ് കോമഡി എന്ന് പറയുന്ന ചാനലിലും ഒക്കെ KS പ്രസാദ് എന്റർടൈൻമെന്റ്സ്, അപ്പൊ അതിനകത്തൊക്കെ ഇത് ഇടുന്നുണ്ട്. അപ്പൊ ആളുകൾ ഇപ്പോഴും ഇപ്പോഴത്തെ ന്യൂജൻ ആളുകളും കുറച്ച് കാണുന്നുണ്ട്, പഴയ ആളുകൾ ഒരുപാട് പേര് അത് കാണുന്നുണ്ട്. പക്ഷെ ഈ ന്യൂജനിലേക്ക് വന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ നമ്മൾ കണ്ടു വളർന്നത് നിങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ മിമിക്രി. ജയറാമേട്ടൻ, നിങ്ങളെ ഒരു കലാഭവൻ എന്ന് പറയുന്ന ഒരു ട്രൂപ്പും അതിനെ റിലേറ്റ് ചെയ്തുള്ള സ്കിറ്റുകളും പിന്നെ ഈ അവാർഡ് ഷോകളൊക്കെ നിങ്ങളെ സ്കിറ്റുകൾ ഉണ്ടല്ലോ കോമഡി. ശരിക്കും പറഞ്ഞാൽ അവാർഡ് ഷോസ് കാണുന്നത് തന്നെ നിങ്ങളുടെ ആ പറയുന്ന ഷോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അത്ര എക്സൈറ്റഡ് ആയിട്ട്. ഇപ്പം ഈ ഒരു 50 വർഷം ചേട്ടൻ പിന്നിടും
സംഭവം ചേട്ടന്റെ കുറെ സുഹൃത്തുക്കൾ അന്ന് ആ സ്റ്റേജിൽ വെച്ചിട്ട് ചേട്ടനെ പുകഴ്ത്തി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് ഇപ്പൊ ഈ ഷൂട്ടിന് വന്ന സമയത്ത് എനിക്ക് തോന്നി. കാരണം ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരാള് എന്താ പറയാ ചേട്ടന്റെ ഉപജീവന മാർഗ്ഗമാണ് ഈ കല എന്ന് എനിക്കറിയാം. അപ്പൊ ക്യാമറ തൊട്ട് അതിനെ റെസ്പെക്ട് ചെയ്യുന്നത്, ഇപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഞങ്ങളെ ഇത് പോലെയുള്ളവർക്ക്. തന്നെയായിരുന്നു എന്റെ ജോലി പണ്ട് മുതലേ. ഞങ്ങൾ 84-ല് വീഡിയോഗ്രാഫി ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് കല്യാണം എടുക്കാൻ പോകും. അപ്പൊ ഞാൻ ലൈറ്റ് പിടിക്കുമായിരുന്നു കുറച്ചാള്. പിന്നെ കുറെ ആള് ക്യാമറ എന്റെലാ തരുന്നത്. അപ്പൊ ഞാൻ ഈ ക്യാമറയും പിടിച്ച് നടക്കുമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് അന്ന് ഇതേപോലത്തെ ചെറിയ ചൊട്ട ക്യാമറ അല്ല, അന്ന് ക്യാമറയും എന്റെ ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു 10 കിലോ 15 കിലോ ഉണ്ടാവും. അപ്പൊ ഇതും കൊണ്ട് കുറെ ചുമന്ന് നടന്നിട്ടുണ്ട്. വിദേശത്തുള്ള പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് ഇതൊക്കെ കൊണ്ട് ചുമന്ന് കുറെ നടന്നിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു കഷ്ടപ്പാട് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് വരുമ്പോ അത് കാരണം ഇവര് ഡേറ്റ് ഒന്ന് മാറ്റി വേറെ സമയത്തേക്ക് ആക്കുമോ എന്ന് പറയാൻ പോലും എനിക്കൊരു മടിയാ. മനസ്സിലായില്ലേ? ചേട്ടൻ അതിന്റെ ബാക്കിലെ ബുദ്ധിമുട്ടുകള് അറിഞ്ഞു വന്ന ആളാ. അതാണ് എനിക്ക് തോന്നുന്നത് രമേശ് പിഷാരടി ചേട്ടൻ ആ ഒരു സ്റ്റേജിൽ വെച്ച് പറയുണ്ടായി, എന്താ പറയാ കലാകാരൻ എന്ന് പറഞ്ഞതിന്റെ അവസാനം KS പ്രസാദ് ആയിരിക്കും എന്നുള്ളത്. അത് ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് അല്ലേ ചേട്ടാ? അത് ഓരോരുത്തര് ചിലര് സിനിമ താരങ്ങളായിട്ട് പെട്ടെന്ന് വരുന്നവരുണ്ടാവും. പിന്നെ മിമിക്രിയിലൂടെ വന്ന് പിന്നെ ചാനലുകളിൽ വന്നിട്ട് പിന്നെ സ്റ്റാർ ആവുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ ഈ സ്റ്റാറുകളാക്കാനായിട്ട് നമ്മൾ കുറെ നാൾ നടന്നിട്ടുണ്ട്, കുറെ പേരെ ക്യാമറ കൊണ്ട് നടന്നിട്ടുണ്ട്. പിന്നെ അന്നെടുത്ത റിസ്ക് ഭയങ്കരമാ. കാരണം നമ്മള് ഷൂട്ട് ചെയ്യാനായിട്ട് ഷൂട്ട് ചെയ്ത് ഈ കാസറ്റ് വിൽക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അന്ന് പിന്നെ എനിക്ക് കുറച്ച് സ്ഥലം, ഒരു 6 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച സ്ഥലം, ഞാൻ അത് വിറ്റു. ആ പൈസ എടുത്തിട്ടാണ് ഫസ്റ്റ് വീഡിയോ കാസറ്റ് ഇറക്കുന്നത്. അപ്പൊ അന്ന് നമ്മളെടുത്ത റിസ്ക് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും വയ്യ. അന്ന് 91-ല് മനസ്സിലായില്ല, അന്നൊക്കെ നമ്മുടെ ചെറുപ്രായത്തിലാണ് അന്ന് നമ്മൾ അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ അത് പിന്നെ ആ ഒരു വീഡിയോ കാസറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അന്ന് ഭയങ്കരമായിട്ട് ഫ്ലറിഷ്ഡ് ആയി. ഒരുപാട് 100 കണക്കിന് കാസറ്റുകൾ ഇറങ്ങി. അതിലൂടെ ഒരുപാട് കലാകാരന്മാർ വന്നു. ഇനിയിപ്പോ ആ റെക്കോർഡ് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. കാരണം വീഡിയോ കാസറ്റ് ഇല്ല, ഓഡിയോ കാസറ്റ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയാ ഒരു ബെഞ്ച് മാർക്കിന്റെ അത്രയും എനിക്ക് ഇന്നത്തെ കലാകാരന്മാർക്കൊന്നും അത്രയും ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് ഇപ്പൊ ഈ 50 വർഷം നിസ്സാര വ്യത്യാസമോ. പണ്ട് നമ്മൾ 1000 സ്റ്റേജ് പോകുന്നതിന് പകരം ഇന്ന് ഒരു പ്രാവശ്യം ഒരു ചാനലിൽ പ്രോഗ്രാം നടത്തിയാൽ മതി. തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അത്രയും അന്ന് ഓടിയാലേ 100 സ്റ്റേജെങ്കിലും മിനിമം ഓടിയാലേ ജനം ഒന്ന് പതുക്കെ അറിഞ്ഞു തുടങ്ങുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ചേട്ടന്റെ ആണെങ്കിലും ഒത്തിരി കലാകാരന്മാരുടെ ആണെങ്കിലും റീൽസിന്റെ അടിയില് ഇപ്പൊ വരുന്ന കമന്റ്സിൽ ഏറ്റവും കൂടുതൽ കാണാം ഇവരെ ഒന്നും വെല്ലാൻ ഇപ്പോഴത്തെ കലാകാരന്മാർക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇവരെ സെറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അത് എത്താന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹൈ ആണ്. അതിലേക്ക് തന്നെ എത്താൻ ഇപ്പോഴത്തെ കലാകാരന്മാർ കഷ്ടപ്പെടുക. ശരിക്കും പറഞ്ഞാൽ കല എന്ന ഫീൽഡിൽ ഞങ്ങളൊക്കെ ഇൻസ്പിറേഷൻ ആണ് ചേട്ടൻ കൊണ്ടുവന്ന് കുറെ. ഇപ്പൊ മണിച്ചേട്ടനെയൊക്കെ ചേട്ടനാണ് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി. അപ്പൊ ഇതുപോലെ കുറെ ആർട്ടിസ്റ്റ് നിങ്ങളൊരു എന്താ പറയാ ശരിക്കും ഒരു ഫാമിലി പോലെ. ഫസ്റ്റ് കാസറ്റിലൂടെയാണ് ഇവര് നാദർഷയിലും അബിയയിലും പിന്നെ ദിലീപ് അങ്ങനെയുള്ളവർ. ഇപ്പൊ ഈ സലീം തന്നെ നമ്മുടെ ഒരിക്കൽ ഞാൻ ദർബാർ ഗ്രൗണ്ടിൽ പ്രോഗ്രാം കാണാൻ പോയപ്പോൾ പുള്ളിയുടെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് കിട്ടുന്ന ഒരു പെർഫോമൻസ് കണ്ടു. അത് പുള്ളി ഈ സലീമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇതൊക്കെ ഒരുപാട് പേര് ഞാൻ ഈ നമ്മുടെ ചാനലിലൂടെ വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്നൊന്നുമല്ല, നമുക്ക് ഇവരെ ആവശ്യം ഉണ്ടായിരുന്നു. അവരങ്ങനെ കയറിപ്പോയി കഴിയുമ്പോൾ അവർ പറയും ഇവരാണെന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളൊന്നും ഉന്തി കയറ്റിയതല്ല. അവരുടെ കഴിവുകൊണ്ട് അവർ കയറാത്തവരും ഉണ്ട് ഒരുപാട് പേര്. അപ്പം ഇതേപോലെ നമ്പർ വാങ്ങിച്ചിട്ടാണ് ആബലസിന്റെ കൊടുത്തിട്ടാണ് സലീം കുമാർ പറഞ്ഞത്. പക്ഷെ മറ്റെല്ലാരെയും കാലം സലീം എവിടെ ചെന്നാലും ഇത് പറയും. അന്നൊക്കെ എവിടെ പ്രസംഗിക്കാൻ പോലും പറയും എന്നെ ഇങ്ങനെ പ്രസാദനാണ് എന്റെ അഡ്രസ്സ് വാങ്ങിട്ട് പോയതെന്ന് പറയും പുള്ളി. അങ്ങനെ സലീമിനെ കുറിച്ച് പറഞ്ഞാല് ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ എല്ലാവരെ പറ്റി പൊക്കി പറയുമല്ലോ. ആ ലെവലിൽ എടുക്കാൻ പാടില്ല. കാരണം പുള്ളി ഒരു നടൻ മാത്രമല്ല, പുള്ളി ഒരു സമൂഹത്തിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് അങ്ങനെ പ്രതികരിക്കുന്ന വ്യക്തികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏകദേശം ബേസിക്കലി ആ ഒരു ജോണറിലുള്ള ആളാണ്. മനസ്സിലായി? ഞാനൊരു എന്റെ 25-28 വയസ്സിലെന്താണ് ഞാൻ ഒരിക്കൽ കാനയിൽ വീണ് പത്രത്തിലൊക്കെ ന്യൂസ് ഉണ്ടായി. അതിന്റെ കാലൊക്കെ മുറിഞ്ഞ് എനിക്ക് പ്രോഗ്രാമിന് പോകാൻ പറ്റിയില്ല. ഞാൻ അന്ന് കോർപ്പറേഷനെതിരെ കേസ് കൊടുത്തു. അന്ന് ഞാൻ നഷ്ടപരിഹാരം വാങ്ങിച്ചു. പിന്നെ അന്ന് മേയർ പൈസ അടച്ചില്ല, മേയറിന്റെ കാറ് ജപ്തി ഓർഡർ വാങ്ങിച്ചു.
എന്നിട്ട് നഷ്ടപരിഹാരം വാങ്ങിച്ച ആളാ ഞാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ പല കാര്യങ്ങളും കൊണ്ട് നടന്നിട്ടുണ്ട്. പത്രങ്ങളൊന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രസിദ്ധീകരിക്കില്ല, അവർക്ക് പരസ്യം കിട്ടാനുള്ളതല്ല പല പ്രോഡക്ട്സിന്റെ. അപ്പൊ അന്നാ അത് മനസ്സിലാക്കിയത്. ഇപ്പോഴും നമ്മുടെ ചാനലുകൾ നമ്മൾ ഓരോ വീഡിയോ കാസറ്റിലും നോക്കുമ്പോൾ അതിനകത്തൊരു ജനകീയമായ ഒരു പ്രതിഷേധം ഉണ്ടാവും. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ കുറ്റങ്ങൾ, മനസ്സിലായില്ല, ആക്ഷേപഹാസ്യം ഉണ്ടാവും. ആ ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിലൂടെ ഹ്യൂമറിലൂടെ പറയുന്നത്. അപ്പൊ ചേട്ടൻ സ്വന്തമായി ഭയങ്കര നിലപാടുള്ള ഒരാളാണ്. അതിനുവേണ്ടി നിലപാടുള്ള ആള് മാത്രമല്ല, നിലപാടുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ പൊളിറ്റിക്സ് എന്താ? രാഷ്ട്രീയമല്ല, നല്ലത് ചെയ്യുന്നവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, മനസ്സിലായില്ലേ. ഇപ്പം നല്ലത് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഓരോരുത്തരെ പ്രശംസിക്കാറുണ്ട്. നമുക്ക് ക്യാൻസർ വാർഡുകൾ വരുന്നു, ക്യാൻസറിന് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, എല്ലാ രാഷ്ട്രീയക്കാരും ഇത് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ക്യാൻസർ വരാതിരിക്കാനായിട്ട് നോക്കിക്കൂടാ? മനസ്സിലായില്ല. ക്യാൻസർ വരാതിരിക്കണമെങ്കിൽ ഇവിടെ ഈ വിഷമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. വിഷമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ഇവിടെ ആ ഭക്ഷണം, വിഷമില്ലാത്ത ഭക്ഷണം ഇവിടെ സപ്ലൈ ചെയ്യാനുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു ശ്രമം തുടങ്ങിയെങ്കിലും വെക്കണം. അപ്പൊ അത് ചെയ്യുന്നില്ല. പ്ലാസ്റ്റിക് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് വേണം കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക് പാടില്ല, പ്ലാസ്റ്റിക് പാത്രം പാടില്ല എന്ന് പറയുന്നു. പക്ഷെ അതിന് പകരം വേറെ സംഭവം കണ്ടുപിടിക്കണ്ടേ. അവരെ കൊണ്ട് പറ്റില്ല. പ്ലാസ്റ്റിക് കൊണ്ടുപോകണവരെ അറസ്റ്റും ചെയ്യുമായിരുന്നു. പണ്ട് പേർക്കൊന്നില്ല, ഒരു കാലഘട്ടം ക്യാമറയൊക്കെ വെച്ചിട്ട് ഫൈൻ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടല്ലോ. പ്ലാസ്റ്റിക് എവിടെ ഇട്ടാലും നമുക്ക് ആരോഗ്യപരമായി ചേട്ടൻ കുറച്ചും കൂടെ കൺസേൺഡ് ആവും. ഞാൻ ഇവിടെ വന്ന സമയത്ത് കുറെ ജിമ്മിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടു. എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണോ അതോ വീട്ടിൽ തന്നെ ഒക്കെ ചെയ്യും? മുമ്പ് ഇടക്ക് പോയിരുന്നു, പിന്നെ നടക്കാൻ പോകും എല്ലാ ദിവസവും, ഷട്ടിൽ കളിക്കും രാവിലെ. അപ്പൊ ഫുഡിന്റെ രീതിയിലും ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത് അതാണ് ചേട്ടൻ ഇങ്ങനെ ഈ 50 വർഷം എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കുമ്പോ ചേട്ടന് കുറെ പ്രായം തോന്നിക്കും. പക്ഷെ കണ്ടാൽ നമുക്ക് അങ്ങനെ പറയില്ല. അപ്പൊ ഈ ആരോഗ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒക്കെ രഹസ്യം ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ അതൊന്നുമല്ല. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഇഷ്ടപ്പെടാതെ ചിലർ ഓഫീസിൽ പോകുന്നതും ഓരോരുത്തർ ജോലി പോകുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞോണ്ട് പോകും. അപ്പൊ ഞാൻ പറയും, ഇഷ്ടമല്ലെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ആരോഗ്യം നന്നാവും, നമ്മൾ ഹാപ്പി ആവും, നമ്മുടെ സ്കിന്ന് എല്ലാം നമ്മൾ ബെറ്റർ ആവും, നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് ബെറ്റർ ആവും. ഇഷ്ടപ്പെടാൻ നോക്കുക കഴിയുന്നത് നമ്മുടെ ചെയ്യുന്ന ജോലി. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോ ഇഷ്ടപ്പെട്ട് ചേട്ടൻ വന്ന ഒരു മേഖലയാണല്ലോ ഈ കലാഭവൻ മിമിക്രി എന്ന് പറയുന്ന രംഗത്ത്. സ്റ്റേജ് പരിപാടികളില് കലാഭവൻ വേറെയാണ് കേട്ടോ. കലാഭവന്റെ പ്രവർത്തനങ്ങളും അത് വേറെയാണ്. അത് ഞാനിപ്പോ കലാഭവനിൽ 46 ഇയേഴ്സ് കഴിഞ്ഞു. 47th ഇയറാണ് ഞാനിപ്പോ കലാഭവനിൽ എത്തിയിട്ടും കലാഭവന്റെ സെക്രട്ടറിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് കിട്ടുന്ന ഒരു സംതൃപ്തി നമുക്ക് വേറെയാ. അതെ, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വന്നത്. മറ്റുള്ളവർക്ക് പറയാറുണ്ട്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നു, ഞാനത് ചെയ്യണ്ട, കാരണം ഞാൻ അവർക്ക് ചെയ്യുന്നുണ്ട്. കലാഭവനിൽ പ്രവർത്തിക്കുകയാണ്. കലാഭവനിൽ അവിടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അധ്യാപകര് വരണം, ഒരു അധ്യാപകം വന്നില്ലെങ്കിൽ വേറെ ആള് സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കണം, അവിടെ ബാത്റൂമിന്റെ കാര്യം നോക്കണം, ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കണം, ഫാൻ കറങ്ങുന്നുണ്ടോ നോക്കണം. അത് ഇവിടെ മാത്രമല്ലല്ലോ, നമുക്ക് അങ്കമാലിയിലുണ്ട് കലാഭവൻ. അപ്പൊ അവിടുത്തെ അധ്യാപകരുടെ കാര്യം നോക്കണം. മുക്കന്നൂരുണ്ട്, അതുപോലെ നമുക്ക് ഡൽഹിയിലുണ്ട് കലാഭവൻ, കരുനാഗപ്പള്ളിയിലുണ്ട്, കുവൈറ്റിലുണ്ട്, മസ്കറ്റിലുണ്ട്, ബഹ്റിനിലുണ്ട്, അജ്മാനിലുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് നോക്കണ്ടേ. അപ്പൊ അവിടുത്തെ അപ്പോയിന്റ്മെന്റ് നോക്കണം. അപ്പൊ അത് തന്നെ എനിക്ക് നല്ല ജോലിയാ. പക്ഷെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നോണ്ട് അതാണ്, അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് അതൊരു ജോലിയല്ല. അമ്മമാര് കുട്ടികളെ നോക്കുന്നത് കഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, അവർക്ക് ഇഷ്ടമാണ് കുട്ടികളെ നോക്കാൻ. വലിയ ശല്യമാണ് അവനൊക്കെ പറയും, പറച്ചിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അവർക്ക് ഇഷ്ടമാണ് നോക്കാൻ. അതുകൊണ്ട് അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഈ കലാഭവനിൽ പുതിയ അനൗൺസ്മെന്റുകളൊക്കെ ചെയ്യേണ്ട പേജിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് പുതിയ വിശേഷങ്ങൾ, അപ്കമിങ് എന്താ പറയാ, ഒരു ഗാനമേള ട്രൂപ്പ് ഗംഭീരമായിട്ട് പോകുന്നു. ഗാനമേള മെഗാ ഷോ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പൊ റെക്കോർഡാണ്. 75-80 പ്രോഗ്രാം കഴിഞ്ഞു. ഈ വർഷം 100 കഴിയും. അത് തന്നെ ഒരു വലിയ റെക്കോർഡാണ് കലാഭവനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പോ ഞങ്ങളൊരു സിനിമ വർക്ക്ഷോപ്പ് തുടങ്ങാൻ മെക്കാർട്ടിനില്ലേ, റാഫി മെക്കാർട്ടിൻ ലീഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പ്. അതിനുശേഷം ഒരു 2 മാസം കഴിയുമ്പോ തന്നെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോകുന്നു. വലിയ വിശേഷങ്ങളാണ്. അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നടത്തുന്ന പോലെ 3 മാസത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ് അങ്ങനെയല്ല. കാരണം ഈ സിനിമയിലോട്ട് വരാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ജോലി കളഞ്ഞിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കളഞ്ഞിട്ടോ വന്നിട്ട് 3 മാസത്തെ 6 മാസത്തെ 1 വർഷത്തെ കോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് വേണ്ടി സാറ്റർഡേ സൺഡേ മാത്രമുള്ള കോഴ്സ്. അപ്പൊ നമുക്ക് 3 മാസത്തെ കോഴ്സ് എവിടെയെങ്കിലും നടത്തുന്നുണ്ടെന്ന് ഓർത്തോ. അതല്ല, അവർക്ക് 6 മാസത്തെയോ അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സ് നടത്തുന്നത്. ബട്ട്
മൺഡേ ടു ഫ്രൈഡേ അല്ല, സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പൊ വർക്കിംഗ് ആയിട്ടുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ്. അത് വളരെ കൺവീനിയന്റ് ആയിട്ട് അല്ലെ? ഒരുപാട് പേര് സ്വാഗതം ചെയ്തു ഇപ്പൊ തന്നെ. ഞാൻ കണ്ടിരുന്നു പോസ്റ്ററിന്റെ അടിയിലെ കമന്റ്സ്, എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ പുതിയ വിശേഷങ്ങൾ കലാഭവനിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടന്റെ സന്തോഷമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഈ കല റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ചേട്ടന് ഭയങ്കര സന്തോഷമാണ്. വളരെ പഠിപ്പിച്ച് നമ്മൾ കാണുമ്പോ 5 വയസ്സുള്ള കുട്ടി വരുന്നു, കുറച്ച് കഴിയുമ്പോൾ അവൻ അല്ലെങ്കിൽ അവള് 10 വയസ്സാവുന്നു, പിന്നെ അവള് അല്ലെങ്കിൽ ഒരു 18 വയസ്സാവുന്നു, പിന്നെ കുറെ കഴിയുമ്പോൾ ഈ പെൺകുട്ടീനെ കാണുന്നില്ല. അതെന്താ കാണാത്തതെന്ന് നോക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ആ പെൺകുട്ടി വേറൊരു കൊച്ചിനെ കൊണ്ട് വരുന്നു, ചെറിയൊരു കൈ. അപ്പൊ അത് കല്യാണം കഴിഞ്ഞ് അതിന്റെ കുട്ടിയെ കൊണ്ട് വരികയാണ്. പിന്നെ ആ കൊച്ചിനെ കുറച്ച് കഴിയുമ്പോൾ അത് 10ാം ക്ലാസ്സായി, 12ാം ക്ലാസ്സായി, പിന്നെ അതിനെ കാണൂല. കാണാതിരുന്ന കുറച്ച് നാൾ കഴിയുമ്പോ ഇങ്ങനെ ശരിക്കും എത്ര തലമുറകളെ ചേട്ടൻ പഠിപ്പിച്ചു. നമ്മള് പഠിപ്പിക്കുന്നില്ല, അതിന്റെ എന്നാലും കുറെ ജനറേഷൻസ് അങ്ങനെ കണ്ടിട്ടുണ്ടാവൂലേ ചേട്ടൻ? അത് കാണുമ്പോ അത് ആ സന്തോഷം വേറെ ഏത് ജോലി ചെയ്താലും നമുക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? തീർച്ചയായും. അപ്പം ഞാൻ പറഞ്ഞു വന്നതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുഞ്ഞു പിള്ളേരെയൊക്കെ പല എന്താ ഈ പറഞ്ഞ 5 വയസ്സിൽ 6 വയസ്സിൽ ഇപ്പൊ നമുക്ക് പല റിയാലിറ്റി ഷോസ് ഉണ്ടല്ലോ, പിള്ളേരുടെ പാട്ടിന്റെ, പിള്ളേരുടെ ഡാൻസിന്റെ, അങ്ങനെ ഇപ്പൊ ചെറിയ പ്രായത്തിലെ അവരുടെ ഉള്ളിലെ കല ഇങ്ങനെ മാതാപിതാക്കൾ പുറത്ത് എടുത്തോണ്ടിരിക്കാൻ. ചേട്ടൻ ശരിക്കും ഏതൊരു ഏജിലാണ് ചേട്ടന്റെ ഉള്ളിലെ കലാകാരനെ ചേട്ടൻ അല്ലെങ്കിൽ ചേട്ടന്റെ ആരത് തിരിച്ചറിഞ്ഞത് ചേട്ടൻ ഇങ്ങനെ ഒരു കഴിവുണ്ട്? തിരിച്ചറിയാത്ത ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നെ പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചേഴ്സിന്. എന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഡാൻസിന് ചേർത്തു. പിന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പെർഫോം ചെയ്തു സ്റ്റേജിൽ. അത് അവരുടെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് ഡാൻസ് അറിയാൻ പാടില്ല എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പെർഫോമൻസ് ചെയ്ത് ക്ലാസ് റൂമുകളിലും സ്കൂളിൽ യുവനോത്സവത്തിനൊക്കെ മത്സരിക്കാൻ തുടങ്ങി 4ാം ക്ലാസ് മുതലാണ്. നാടകം പോലെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ മോണോ ആക്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ചേട്ടന് അഭിനയിക്കാൻ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ അഭിനയിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടെന്ന് ചേട്ടൻ തന്നെ തിരിച്ചറിഞ്ഞതാണ്? അഭിനയമല്ല എന്റെ മേഖല. അഭിനയത്തിന് ഒരുപാട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് നമ്മള് കൂടുതൽ സ്റ്റേജിന്റെ പുറകിൽ നിന്നുള്ള പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നു, സ്റ്റേജിന്റെ പുറകിൽ നിന്നുള്ള ഇവരെ ഡയറക്റ്റ് ചെയ്യുന്നു, പിന്നെ സ്കിറ്റുകളിലൊക്കെ നമ്മൾ അഭിനയിക്കുന്നുണ്ട്. നമ്മള് ഓരോ മനുഷ്യന്റെ ഓരോ ചെറിയ അംശങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ദേഷ്യം എന്ന് പറഞ്ഞാലും, കരച്ചിൽ എന്ന് പറഞ്ഞാലും, ചിരി എന്ന് പറഞ്ഞാലും, ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചിരി എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ? പക്ഷെ നമ്മളൊരു കൊച്ചു കുട്ടിയെ കാണുമ്പോൾ കൗതുകോ, അതും ചിരി തന്നെയാണല്ലോ. ഒരു പുഷ്പം കാണുമ്പോൾ നമ്മൾ സന്തോഷിച്ച, അതും ചിരി തന്നെയാണല്ലോ. അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു പെണ്ണിനെ കാണുമ്പോൾ നമ്മളൊരു പഞ്ചാര ചിരിക്കുന്നത് ചിരി തന്നെയാണല്ലോ. അതൊരു പെണ്ണിനും അങ്ങോട്ട് ചിരി, അതും ചിരി തന്നെയാണ്. സ്വർണം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഹാളാത്തി ചിരി, അതും ചിരിയാണ്. നമ്മൾ പഴയ സിനിമകളിൽ റേപ്പിംഗ് സീൻ കണ്ടല്ലേ, അതിനകത്തും ചിരി തന്നെയാണ്. അപ്പൊ ചിരി സന്തോഷം മാത്രമല്ല, പല അർത്ഥങ്ങൾ. ഒരു ചിരി തന്നെ ഉണ്ട്. അതുപോലെ മനുഷ്യന്റെ ഓരോ വികാരങ്ങളെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അത് മനസ്സിലായില്ലേ? ചമ്മുന്നു, ചമ്മുമ്പോ ചിരിക്കുന്നുണ്ട്. ഡബിൾ മീനിങ്ങിൽ ഒരു കോമഡി നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ കണ്ടിട്ട് ചിരിക്കും, അതിന് വേറെ ചിരിയാ. ചിരി എന്ന് പറയുന്ന പോലെ മനുഷ്യന്റെ ഓരോ പിന്നെ ഈ ഹ്യൂമർ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹ്യൂമർ തന്നെ ഒരുപാടുണ്ട്. നമ്മളിപ്പോ പഴയ ഫലിതബന്ധുക്കൾ വായിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്ന ഫലിതബന്ധുക്കളല്ല ഭവനം മോളിയും അല്ലെങ്കിൽ മറ്റ് കാർട്ടൂൺ കാണുമ്പോഴുള്ള രാഷ്ട്രീയ കാർട്ടൂൺ കാണുമ്പോഴുള്ള ചിരി. അതല്ല നമ്മുടെ ഓഡിയോ കാസറ്റിൽ നമ്മൾ പണ്ട് ചെയ്തിരുന്ന കോമഡിയും, വീഡിയോ കാസറ്റിൽ ചെയ്യുന്ന കോമഡിയും, റിയാലിറ്റി ഷോയിൽ ചെയ്യുന്ന കോമഡിയും, അല്ലെങ്കിൽ നമ്മുടെ വേളൂർ കൃഷ്ണൻകുട്ടിയൊക്കെ മറ്റേ ഹാസ്യ നർമ്മപാന എഴുതുന്ന കോമഡിയും, ചെമ്മനം ചാക്കോന്റെ ഹാസ്യ കവിതയിലെ കോമഡിയും, സിനിമയിൽ കാണുന്ന കോമഡി, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. സ്റ്റേജിലെ കോമഡി ഇതിനേക്കാളൊക്കെ ഡിഫറെന്റ്. ആ സാധനം കൊണ്ട് സ്റ്റേജിന്റെ കോമഡി എന്നിട്ട് അവിടെ കേൾക്കില്ല. അപ്പൊ ഈ ഹ്യൂമർ, ഇതിന്റെ ആ സെപ്പറേഷൻ എന്താന്ന് മനസ്സിലാക്കാതെ പോകുന്നവരാണ് പരാജയപ്പെടുന്നത് പലപ്പോഴും. ഇത് നല്ല ഞാൻ പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചല്ലോ, പക്ഷെ അത് ചിരിച്ചു, അത് ചിലപ്പോ സ്റ്റേജിൽ കേൾക്കില്ല. മനസ്സിലായ? കോമഡി കേൾക്കാൻ പാടാണ് കുറച്ചല്ലേ, ചിരിപ്പിക്കാന്ന് ആ ചെറിയ ചേഞ്ചസ് എന്താന്ന് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഇതിനകത്ത് നമ്മുടെ നർമ്മം നഷ്ടപ്പെടുന്നത്. പിന്നെ ഏത് അവസരത്തിൽ അത് വേണം എന്ന് ചിന്തിക്കാതെ അബദ്ധം പറ്റുമ്പോഴാണ്. ശരിയാണ്. അപ്പം കോമഡി എന്ന് പറയുമ്പോ ഇപ്പൊ ചേട്ടൻ പറയുമ്പോ ഈ അടുത്ത് ചേട്ടൻ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു സലീമേട്ടന്റെ കാര്യം. അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് പെട്ടെന്നൊക്കെ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ആ ന്യൂസ് എന്ന് പറയണത്. പെട്ടെന്ന് സലീം നല്ലൊരു കൃഷിക്കാരനാണ്. ഞാൻ കുറെ കൃഷി ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ എന്റെ കുറെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിരുന്ന ആളാണ്. ശ്രീനേട്ടൻ ഒരുപാട് കൃഷി ചെയ്ത ആളാണ്.
അപ്പോൾ പക്ഷെ നമ്മൾ ചെയ്തതിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് ചാനലിലും പത്രത്തിലൊക്കെ. പക്ഷെ ഞാൻ അതിന് വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെടി നട്ട് അതിങ്ങനെ വളർന്ന് പൊടിച്ച് വന്ന് വലുതായി വലുതായി വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു കൗതുകമുണ്ട്. അത് മണ്ണിനെ സ്നേഹിക്കുക, അത് മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റുന്നവർക്ക് മണ്ണിനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അത് പിന്നെ അതുപോലെ വെട്ടിത്തുറന്ന് പലർക്കും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പുള്ളി അങ്ങോട്ട് പറയും. അത് നമ്മൾ തന്നെ പിന്നെ പുള്ളിയുടെ മരണത്തെക്കുറിച്ച് പുള്ളി എന്തോ ഒരു ഭയങ്കരമായിട്ടാ പറഞ്ഞത് പുള്ളി. അത് ഇപ്പോഴാണ് കൂടുതൽ വരുന്നത് വീഡിയോയിലൂടെ. അതങ്ങനെയാണല്ലോ, മരിച്ചു അത് കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് നമ്മള് അവരുടെ കൂടുതൽ വരും. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും, നമ്മളെല്ലാരും പോകാനുള്ള. പക്ഷെ അതൊക്കെ എന്ത് ശക്തമായ ഭാഷയിലാ പുള്ളി സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ പുള്ളി ഒരു സംവിധായകൻ കൂടെയാണ്. ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് 4-5 വർഷമായിട്ട് പുള്ളി ഒന്ന് സ്ലോ ഡൗൺ ആയത്. ഇല്ലായിരുന്നെങ്കിൽ പുള്ളി വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇവിടെ ചരിത്രം സൃഷ്ടിച്ചേനെ. ചേട്ടനും സലീമേട്ടനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ പല സ്ഥലത്തും നിങ്ങൾ പറഞ്ഞും ഇപ്പൊ സലീമേട്ടനാണെങ്കിൽ ചേട്ടന്റെ പേര് പറഞ്ഞും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അന്ന് അദ്ദേഹം മരിച്ച സ്ഥലത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ അടക്കം ചെയ്യുന്നവരാണ്. ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു എപ്പോഴും ചിരിയോടുകൂടി പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് എനിക്ക് ആ ഒരു ശ്രീലങ്കൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡോക്ടറേറ്റ് കിട്ടി എനിക്ക്. പക്ഷെ ഞാൻ പൊതുവെ ഡോക്ടർ എന്ന് പറഞ്ഞ് വെക്കാറില്ല. പക്ഷെ ഡോക്ടറേറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ നല്ല വാർത്ത വന്നു. രാവിലെ ഞാൻ നോക്കിയപ്പോൾ എല്ലാ പത്രത്തിലും വന്നു ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ്. ഒരു 9 മണി കഴിഞ്ഞപ്പോഴേക്കും സലീമിന്റെ ഒരു ഫോൺ. പ്രസാദേട്ടനാണോ? അപ്പം ഞാൻ പറഞ്ഞു അതെ, രാവിലെ മുതൽ നല്ല തലവേദനയും ജലദോഷമുണ്ട്, ഒരു മരുന്ന് കുറിച്ച് തരണം. അതായത് കളിയാക്കിയതാ. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ അത് ഫസ്റ്റ് പുള്ളിയുടെ കോളായിരുന്നു രാവിലെ, ഒരു മരുന്ന് എനിക്ക് കുറിച്ച് തരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹ്യൂമർ ഏത് സമയത്തും പുള്ളി പറഞ്ഞിട്ട് പുള്ളിയുടെ നിഷ്കളങ്കത പുള്ളി തന്നെ ചിരിക്കും. കൊച്ചിൻ ഹനീഫൊക്കെ ഉണ്ട് അത്. ഫോർ റീസൺ ഉണ്ട്. ഇവരൊക്കെ ഈ വളരെ നിഷ്കളങ്കരായ ആളുകളാ. പറഞ്ഞിട്ട് അവര് തന്നെ ഹ്യൂമർ അവര് തന്നെ ആസ്വദിക്കുന്നുള്ളതാണ് അവരുടെ ഹ്യൂമർ. അതൊക്കെ ഒരു പ്രത്യേക ഒരു കഥാപാത്രങ്ങൾക്കേ സാധിക്കുള്ളൂ. അതുപോലെ സിനിമകളാണെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകൾ ഒരു മേഖലയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുള്ളിയുടെ അഭിനയവും പുള്ളിയുടെ ഭരതാവരനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ പറയേണ്ട കാര്യം. ഞാൻ അല്ലാത്ത മേഖലകളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊക്കെ സലീമേട്ടൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒത്തിരി കഥാപാത്രങ്ങളാണ്. ഇപ്പൊ പുലിവാൽ കല്യാണത്തിലെ ആയിക്കോട്ടെ, അത് നമ്മൾ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജനറലി എല്ലാം അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല പുള്ളിയുടെ രാഷ്ട്രീയം ഇതാണെങ്കിലും പുള്ളിയുടെ ഒരു സുഹൃത്താണ് സൈനൻ കടാമംഗലം. സൈനൻ കടാമംഗലത്തിന് ഇപ്രാവശ്യം മിമിക്രിയിൽ സംഗീത അക്കാദമി അവാർഡ് കിട്ടി. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു CPM പ്രവർത്തകനാണ്. കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നമുക്ക് സൈനിനൊരു ഒരു സ്വീകരണം കൊടുക്കണം. അങ്ങനെ സലീം ഇടപെട്ട് രമേഷ് പിഷാരടിയുടെയും സുഹൃത്താണ്, ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. ഇവർ രണ്ടിനും കൂടി ചേർന്നിട്ടാണ് പറവൂരിൽ ഒരു സ്വീകരണം നടത്തിയത്. CPMന്റെ നല്ല പ്രവർത്തകനാണ്. അപ്പൊ അവിടെ പുള്ളി മനുഷ്യത്വമാണ് നോക്കിയത്, അവിടെ രാഷ്ട്രീയമല്ല പുള്ളി നോക്കിയത്. ഞാനൊക്കെ പോയിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രസാദേട്ടൻ എന്തായാലും വരണം എന്ന് പറഞ്ഞു. ഞാൻ സംഗീത അക്കാദമിയിൽ ഉണ്ടായിരുന്നല്ലോ, കൗൺസിലിലായിരുന്നു. അപ്പൊ അതൊക്കെ വേറൊരു ക്വാളിറ്റിയാണ് മനുഷ്യന്റെ. എല്ലാരും ഇപ്പൊ പറയും മരിച്ചു കഴിയുമ്പോഴാണ് ഒരാളുടെ എന്താ പറയാ, ഇപ്പൊ പറഞ്ഞ പോലെ പല വീഡിയോസും പുറത്ത് വരുന്നുണ്ട്, പല കട്ട്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ സലീമേട്ടനെ എനിക്ക് തോന്നുന്നു അങ്ങനെ മരിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും മാത്രം എന്നെ ജീവിച്ചിരിക്കുമ്പോഴേ അദ്ദേഹം ഒരു എല്ലാ രീതിയിലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഏത് മേഖലയിലാണെങ്കിലും നമുക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മരണത്തിൽ ഒന്നാണ് ശരിക്കും. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടന്റെ അങ്ങനെ കുറെ പേര് ചേട്ടനായിട്ട് അടുത്ത് വർക്ക് ചെയ്ത കുറെ പേര് ഇപ്പോഴും നമുക്ക് അവരൊന്നും മരിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലും ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞ പേഴ്സണലി. അപ്പൊ നമുക്ക് അത്രയും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ അടുത്ത് നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ അല്ലെ അതൊരു ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു വാർത്ത ഇപ്പൊ സുഖമില്ലാണ്ടിരുന്ന സമയത്തൊക്കെ ചേട്ടൻ പോയി വിസിറ്റ് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് രാവിലെയാണ് ഞാൻ അന്ന് ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ വൈഫ്. അപ്പൊ ഞങ്ങൾ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നല്ലോ. അപ്പോഴാണ് അറിയുന്നത് അന്ന് അവിടെ പുള്ളി അഡ്മിറ്റ് ആയെന്ന്. വെളുപ്പിന് ഞാൻ ഇവിടെ എത്തിയ ശേഷം അറിയുന്നത്. പക്ഷെ അവിടെ അകത്താരും കേട്ടില്ലായിരുന്നു, ICUലായിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരമാണല്ലോ പുള്ളി പോയത്. അപ്പൊ പിന്നെ പോകാന്ന് ഞാനും സലീം അഹമ്മദും കൂടെ പോകാനായിട്ടൊരു പദ്ധതി ഇട്ടു. സലീം അഹമ്മദാണ് ആദാമിന്റെ മകന്റെ സംവിധായകൻ, അതാണല്ലോ നാഷണൽ അവാർഡ്. പോകാന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ അന്ന് പുള്ളി രാത്രി തന്നെ അന്ന് പോയി ആള്.
പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഒരുമിച്ചാ പോയതും അപ്പൊ ഫുള്ള് വന്നതും ഒക്കെ. ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഫുള്ള് ഉണ്ടായിരുന്നത് കൊണ്ട് എന്നോട് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്. ഇപ്പം അദ്ദേഹത്തിന് അടക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും കുറെ മീഡിയക്കാര് ചുറ്റും നിന്നതിനെ അദ്ദേഹത്തിന്റെ മകൻ ചന്തു ഇപ്പം മൂവീസിലൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ഭയങ്കര രൂക്ഷമായ, എനിക്ക് തോന്നുന്നു ആ ഒരു ഇമോഷനാണ് പുറത്തു വന്നത്, ഉള്ളിലുള്ള യഥാർത്ഥ ഇമോഷൻ, സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ എക്സ്പ്ലോയിറ്റ് ആവുന്ന ഒരു ഇമോഷനാണ് വന്നത്. അപ്പൊ നമ്മള് ഈ വീഡിയോയിലൂടെ അത് കാണുന്നത് എന്താണ് ശരിക്കും അവിടെ അങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാന്ന് പറഞ്ഞാല് അവർക്ക് വേണ്ടി ജനം ഒന്ന് മാറി കൊടുക്കണ്ടേ, നമുക്ക് നിൽക്കാൻ പറ്റണ്ടേ. മീഡിയയും പൊതുജനങ്ങളും എല്ലാവരും വന്ന് അങ്ങോട്ട് അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. അവർക്ക് നേരിട്ട് കാണാനായിട്ട് വന്ന് നിൽക്കുക അതിൻ്റെ അടുത്ത്. ഇത് കുറേ നേരമായിട്ട് ആളുകളുടെ അടുത്ത് മാറുമെന്ന് പറഞ്ഞിട്ടും ആളുകൾ മാറുന്നില്ല. ബാക്കിലോട്ട് പോകാൻ അവർ അടുത്തോട്ട് വരിക, തിക്കിക്കൂട. അപ്പോൾ പുള്ളി പെട്ടെന്ന് ക്ഷോഭിച്ചു പോയതാണ്. അവർക്ക് ആ കർമ്മം ചെയ്യാനായിട്ടും തീ കൊളുത്താനൊക്കെ അവർക്ക് ഒരു സ്പേസ് വേണ്ടേ. പിന്നെ ഗാർഡ് ഓഫ് ഓണറിന് വേണ്ടി പോലീസുകാർക്ക് ഈ തോക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ സ്പേസ് വേണ്ടേ. അപ്പൊ പോലീസുകാർ പറയും നമ്മൾ കൈ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് കൊള്ളരുതെന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ടൊന്നും ജനം മാറുന്നില്ല. പിന്നെ ആര് പറഞ്ഞാലും അവിടെ കേൾക്കില്ല. മനസ്സിലായില്ലേ. അപ്പൊ പിന്നെ പോലീസുകാർക്കൊന്നും ഒരു പരിധി കൂടുതൽ ഇങ്ങനെ ഒരു മൊമെന്റിൽ ചൂടാകാൻ പറ്റില്ല ആരുടെടുത്തും. അപ്പൊ പിന്നെ ഇപ്പൊ ചൂടാകാനായിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് എല്ലാവരും മാറിയത്. ജനങ്ങളായിരുന്നു കൂടുതൽ, ഇപ്പൊ മീഡിയക്കാരായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മീഡിയക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ മീഡിയക്കാരും കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ ഇതിന്റെ ഇടയ്ക്ക് വിടുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നണം. ഈ സമയത്ത് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു സത്യം, നമ്മളിപ്പോ കാണുന്നതല്ലേ നമുക്ക് അറിയുള്ളൂ. ചേട്ടനൊക്കെ അവിടെ നമ്മൾ അവിടെ വെച്ച് ആരെങ്കിലൊക്കെ കാണുമ്പോൾ ചില ആളുകൾ ചിരിക്കുമല്ലോ. ചിരിക്കും നമ്മൾ പരിചയക്കാര്. അപ്പൊ ആ ചിരി മാത്രം എടുത്തിട്ടിട്ട് ഇന്നാളെന്ന് പറഞ്ഞ കണ്ട് മരണം കാണാൻ വന്നപ്പോഴും ചിരിക്കുന്ന മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ശരിക്കും ഈ മരണ വീട്ടിൽ മീഡിയയുടെ ഒരു പ്രസൻസ് വേണം എന്ന് ചേട്ടന് തോന്നി? ഇതെല്ലാം കാരണം അത് അവരുടെ ഒരു ഫാമിലി വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കോടികൾ കാത്തു നിൽക്കുകയാണ് ഇത് കാണാനായിട്ട്. ടി വിയിൽ ഇദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ കാണാൻ വരുന്നവരെയൊക്കെ കാണാനായിട്ടും കാണാനിരിക്കും. രാഷ്ട്രീയമായാലും അല്ലാത്തവരായാലും കാണാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മീഡിയയിലൂടെ എത്തിക്കുക അവരുടെ ഒരു എന്താണ് ധർമ്മമാണ്. പത്രധർമ്മം എന്ന് പറയുന്നതിന്റെ വേറൊരു വേർഷനാണ് അത്. എന്തും അമൃതും അധികമായ വിഷമാണല്ലോ. അതിരുവിട്ട് പോകുമ്പോഴാണ് അതിന്റെ റിലേറ്റഡ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിലങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി, അത്രേ ഉള്ളൂ. അതൊരു 2 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. പക്ഷെ അത് നമ്മൾ കാണുമ്പോ കുറെ വീഡിയോസ് അതിന്റെ പേരിൽ വരുന്നു, അതിന് പല രീതിയിൽ ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇപ്പം ചന്തുവിനെ കുറ്റം പറഞ്ഞ് കുറെ കമന്റ്സ് വന്നവര് കണ്ടോ? ഞാൻ എല്ലാം കണ്ടിരിക്കുന്നത് വരെ അതിന് അനുകൂലമായിട്ട് അല്ല, എല്ലാവരും അനുകൂലിച്ചാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച കമന്റ് ചെയ്യുന്ന ആൾക്കാർ കുറെ പേര് അതിന് അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്ന് പറയായിരുന്നു. നമ്മളെ സമൂഹത്തില് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ അത് തെറ്റായിട്ട് പോലും അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ കാണുമ്പോഴാണ് നമുക്കും ഈ പറഞ്ഞല്ലോ. അപ്പൊ എനിക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ പേര് ഈ സിനിമയോട് താല്പര്യമില്ലാത്ത കുറച്ച് പേരുണ്ടാവും, പിന്നെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത കുറച്ച് പേരുണ്ടാവും, മതത്തിനോട് താല്പര്യമില്ലാത്ത കുറച്ച് പേരുണ്ടാവും. അത് ഇവരുടെ അറിവില്ലായ്മയാണ് സത്യം പറഞ്ഞാൽ. ഞാനെപ്പോഴും പോകുമ്പോൾ പറയാറുള്ള കാര്യമാണ്, ഞാൻ ഖുറാനും വായിച്ചിട്ടുണ്ട്, ഞാൻ ബൈബിളും വായിച്ചിട്ടുണ്ട്, ഞാൻ ഗീതയും വായിച്ചിട്ടുണ്ട്. ഇത് ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ ഒന്നിനൊന്ന് മെച്ചം ഓരോന്നും. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ അവർ ജനിച്ച മതം മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ഈ പിള്ളേരെല്ലാം കുളത്തിലെ തവളകളെ പോലെ കിടക്കുക, പുറം ലോകം അറിയാതെ. ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും, എല്ലാവർക്കും അന്യോന്യം റെസ്പെക്ട് തോന്നും. മനസ്സിലായില്ലേ? ബുദ്ധിസം ഞാൻ വായിച്ചിട്ടില്ല. ബുദ്ധിസമാണ് ഇതിലും ബെറ്റർ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വായിച്ചിട്ടില്ല. അപ്പൊ ഏതാ മോശം എന്ന് ചോദിച്ചാൽ ഒന്നും മോശമില്ല. പിന്നെ എല്ലാ മതത്തിലും കുറെ ക്രമികളുണ്ട്. ഇവരാണ് ഈ മതത്തെ ചീത്താക്കുന്നത്. ഈ വർഗീയത എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിൽ എത്ര ഇനി ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലൊരു അത് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ പാഠപുസ്തകത്തില് 3 കൊണ്ടുവരണം, ഓരോ പാഠം. അപ്പൊ ഇവർക്ക് എല്ലാം ഒരു 10ാം ക്ലാസ് +2 കഴിയുമ്പം ഓരോ വിദ്യാർത്ഥികൾക്കും മറ്റ് മതസ്ഥരോട് ബഹുമാനം വരും. കാരണം നമ്മുടെ മാത്രമല്ല, അവരെ നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലാവും. എല്ലാവർക്കും അന്യോന്യം മനസ്സിലാവും. മനസ്സിലാവുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത്
ഒരിക്കലും നടക്കാത്ത കാര്യം അത്. ഞാൻ പണ്ട് ആബലച്ചനോട് പറഞ്ഞ കാര്യം അത്. അച്ഛൻ പറഞ്ഞത് തൻ്റെ ഐഡിയ കൊള്ളാം, പക്ഷെ നമ്മുടെ നാട്ടിൽ വർക്കൗട്ട് നടക്കില്ല. ആവില്ല. അതെന്തായിരിക്കും അങ്ങനെ? അത് ഇപ്പൊ ഒരു മതത്തെ മാത്രം അനുകൂലിച്ച് അല്ലെങ്കിൽ എല്ലാ മതത്തെയും എല്ലാവരും അംഗീകരിക്കണം അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ആശയം ശരിക്കും നല്ലൊരു ആശയമല്ലേ? പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കാം എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്? അത് ആ ചിന്താഗതി മാറണമാണ്. മറ്റുള്ളവരുടെ ആ ചിന്താഗതി മാറണം. മാറിയിട്ട് ഇത് മാത്രമേ മക്കളെ പഠിപ്പിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതി മാറണം. എല്ലാവരെയും കുറിച്ച് എല്ലാവരും പഠിക്കണം എന്നുള്ള ചിന്താഗതി വരണം. മതം എന്ന് പറയുമ്പോ ചേട്ടൻ എന്താണ് മതം? ഇപ്പൊ ചേട്ടന്റെ മതമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നമുക്കൊരു നിലപാടുണ്ടല്ലോ. മതം എല്ലാവരെയും ഒരേപോലെ കാണുന്നതാണോ ചേട്ടന്റെ മതം? എന്താ മതം എന്ന് പറയുന്നത്? ആദ്യം എല്ലാ പുസ്തകവും വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ നിലപാട് മാറും. ഒന്ന് മാത്രം വായിച്ചുകൊണ്ടിരുന്നാല് അത് മാറില്ല. അതിപ്പോ എത്ര പഠിപ്പിച്ചാലും മാറില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും സയന്റിഫിക് ഒരു MBBS ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും, ദിസ് ഇസ് ദ റീസൺ എന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഹൈ ലെവലിൽ ഇരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന പല ആളുകളും സ്റ്റേജുമായിട്ട് ഇല്ലാത്തവരായിരിക്കും. അപ്പൊ ആദ്യം സ്റ്റേജിൽ പോയി പഠിക്കണം. ഓഡിറ്റോറിയംസ് ഇവിടെ പണിത് കഴിയുമ്പോൾ സ്റ്റേജ് പണിത് കഴിയുമ്പോൾ നല്ല ആർക്കിടെക്ട്സ് ആയിരിക്കും പണിതിരിക്കുന്നത്. അവര് പറഞ്ഞ പോലെ ബിടെക്കും MTech പഠിച്ചവരായിരിക്കും. പക്ഷെ അവർക്ക് സ്റ്റേജ് പരിപാടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അത്ര അബദ്ധങ്ങളാണ് ഈ ഓഡിറ്റോറിയത്തിൽ ചെയ്തു വെക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരുപാട് പാരിഷ് ഹാളുകൾ കണ്ടിട്ടില്ലേ? ഒന്നും സംസാരിച്ചാൽ മനസ്സിലാവില്ല, എക്കോ ആയിരിക്കും. ഗ്രീൻ റൂം എന്ത് സൗകര്യം വേണം, ഇതെന്ത് സൗകര്യം വേണം, ഇതെന്ത് സൗകര്യം, ഇതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ഇല്ല ഇവിടെ. അതാണ് അതിന്റെ കുഴപ്പങ്ങള്.